എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു തന്തൂരി ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ തന്തൂരി ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ ലെഗ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ വാങ്ങുന്ന കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതുപോലെ കട്ട് ചെയ്ത് തരും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആകുമ്പോൾ ഇതിലധികം മസാലകളൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ച് ഇതുപോലെ ചിക്കൻ്റെ എല്ലാ പീസുകളും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും വരഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതിനുശേഷം ഇത് നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാരങ്ങ നീരും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത് 3 കൂടിയാണ് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ പേസ്റ്റൊക്കെ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വരഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഈ പേസ്റ്റ് നല്ലപോലെ പിടിക്കണം. അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം മാരിനേറ്റ് ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു 1/2 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 45 മിനിറ്റാണ് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാ മസാലകളും പുരട്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ ഒരു 45 മിനിറ്റ് നേരം ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി നമുക്ക് മറ്റൊരു മസാല തയ്യാറാക്കണം. സെക്കൻഡ് ലെവൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് വെള്ളം കളഞ്ഞ് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. അപ്പം നമ്മൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ മസാല നമ്മുടെ ചിക്കനിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത മസാല നമുക്ക് ഇതിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ തൈര് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ നല്ലപോലെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൈരിൽ മിക്കവാറും തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് തൈര് ഒഴിച്ച് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആ തൈരിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനിലെ മസാല ശരിക്കും പിടിക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ തൈരിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം മസാലയ്ക്ക് വേണ്ടി തൈര് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ചിക്കൻ്റെ ഇടയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, വരഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഭാഗത്തൊക്കെ മസാല നന്നായി പിടിക്കുന്ന രീതിയിൽ വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിത് വീണ്ടും മാരിനേറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 1 മണിക്കൂർ നേരമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മിനിമം വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 45 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്കത് തന്തൂരി ചിക്കൻ ആക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഈ ഓയിലിനോടൊപ്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടറൊന്നും ഇല്ല. ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമല്ലേ, അപ്പോൾ ബട്ടറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കുറച്ച് ഓയിൽ കുറച്ച് മതി. നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ഓയിൽ ആവശ്യമായിട്ട് വരും. പിന്നെ തീ അതിൻ്റെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. തീ എപ്പോഴും കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിടണം. എന്നിട്ടിത് കവർ ചെയ്യാതെയും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കവർ ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അടച്ചാണ് വെച്ചിരുന്നത്, അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് വെച്ചും വേവിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇത്ര അധികം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി മറു സൈഡും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കനലിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഈ പാനിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ആ ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഓവനിലൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചാർക്കോളിലെ പീസ് ഉണ്ടെങ്കിൽ ചാർക്കോളിലെ പീസ് ഇതുപോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പുറത്തുനിന്നൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രില്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.